തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സ് വരെ കൊലപ്പെടുത്തിയ കേസിൽ ജോൽസിന്റെ പങ്ക് ആത്മീയാചാര്യൻ എന്നാണ്, ഒരു ജോൽസിനാണ്, എന്തോ മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് അതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കരിക്കകം സ്വദേശിയായ പൂജാരിയെ ചോദ്യം ചെയ്യാനായി എത്തിച്ചിരിക്കുകയാണ്. ാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോൾ മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല. കുട്ടിയുടെ അമ്മയുടെ പങ്കും അന്വേഷിക്കാൻ പോവുകയാണ് പോലീസ്. സ്റ്റെഫിൻ ഗൂഗിളാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗൂഗിൾ, അങ്ങനെ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങൾ കഴിയുമ്പോഴും ദുരൂഹത ഇപ്പോഴും ബാക്കിയാവുകയാണ്. ആ ദുരൂഹത നീക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളിയായി മാറുന്നുണ്ട്. കാരണം ഒരു പൂജാരിയുടെ സാന്നിധ്യം കൂടി ഈ സംഭവത്തിലേക്ക് വരികയാണ്. മാത്രമല്ല, പ്രതിയും ചോദ്യങ്ങളുമായി സഹകരിക്കുന്നില്ല പൂർണ്ണമായി എന്നതും പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടം നീക്കം എന്താണ് അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്? പ്രതീക്ഷ, എല്ലാ തരത്തിലുമുള്ള എല്ലാ ആംഗിളുകളിലും പോലീസ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഈ പ്രദേശവാസികൾ ആദ്യം മുതൽക്കേ പറയുന്നത് ചില ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് സംശയം മാത്രമാണ്. എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് ഒരു പോയിന്റിലേക്ക് എത്താനാണ് പോലീസിന് ശ്രമം. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ കൊലപാതകം, അതും 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിലേക്ക് കുടുംബത്തെ നയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രതിയെ നയിച്ചിട്ടുള്ള കാര്യം എന്താണെന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ നടത്തി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കരിക്കകം സ്വദേശിയായിട്ടുള്ള, കരിക്കകത്ത് താമസിച്ചു വരുന്ന ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയുന്ന ജോൽസനാണ്, പൂജാരിയല്ല, ജോൽസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഇവർ ഈ ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആദ്യകാലത്ത് ഈ പ്രദേശവാസികൾ ചെറിയ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പൂജാരിയെ വിളിച്ചുകൊണ്ട് വന്ന്, ഈ ജോൽസിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകുന്നത്. കുട്ടിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവചനം നടത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഈ റൂറൽ SP അടങ്ങുന്ന സംഘമാണ്, റൂറൽ SPയും അതുപോലെ തന്നെ നെയ്യാറ്റിൻകര DYSP അടക്കമുള്ള സംഘമാണ് ഇവരെ ചോദ്യം ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ നിലവിൽ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുള്ളത് കുട്ടിയുടെ മുത്തശ്ശി, അതുപോലെ തന്നെ മൂത്ത സഹോദരി, ഒപ്പം കുട്ടിയുടെ അച്ഛനും അതേപോലെ തന്നെ അച്ഛൻ്റെ അച്ഛനും, അങ്ങനെ തുടങ്ങി ഇത്രയും പേര് കുടുംബാംഗങ്ങളും ഒപ്പം ഈ പൂജാരിയെ ഇരുത്തിക്കൊണ്ടാണ് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതിൽ ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണമില്ല എന്നുള്ളതാണ്. ആദ്യം മുതൽക്ക് തന്നെ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പലപ്പോഴായി നൽകിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ നടപടികളാണ്. അതിൽ ഏറ്റവും അവസാനം പ്രതിയാണ് എന്ന് ഈ ഹരികുമാറിനെ തിരിച്ചറിയാൻ സമയത്തും ഹരികുമാർ കുറ്റസമരം നടത്തിയപ്പോഴും ഹരികുമാർ ആ സമയം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ഇപ്പോഴും തൽസ്ഥിതി തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഇടപെടലിനെ കുറിച്ച് എത്രത്തോളമാണ് പോലീസിന് കിട്ടുന്ന വിവരം? അയാളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞതിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും കൃത്യമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടോ പോലീസിന്? ദിവിഷ, അത്തരത്തിലൊരു അനുമാനത്തിലേക്ക് എത്താറായിട്ടില്ല. പോലീസ് ഈ പരിശോധനകൾ നടത്തി വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടത്തി വരുന്നുള്ളൂ. ഈ പ്രദേശവാസികളുടെ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഈ ശംഖുമുഖം ദേവിദാസനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണം കുടുംബത്തിലെ ചിലർ ഇത്തരത്തിൽ ചില ആഭിചാര ക്രിയകളിലേക്കൊക്കെ പോയിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ മാത്രമാണ്, അത് ദൂരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പം എല്ലാ ആംഗിളുകളും പരിശോധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പഴുതടച്ചുകൊണ്ട് പ്രതിയെ പിടികൂടുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ജോൽസിനെ വിളിച്ചു വരുത്തിയത്. ജോൽസിന് അത്തരത്തിൽ എന്തെങ്കിലും പ്രവചനം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ വ്യക്തമല്ല. അതിലേക്ക് പല ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ഈ കേസിൽ ഒരുപാട് വെല്ലുവിളികൾ പോലീസിനെ സംബന്ധിച്ചുള്ള ഉണ്ട് എന്നുള്ളതാണ്.